അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എൻ്റെ പേര് അബു അഹമ്മദ്. ഞാൻ അടുത്ത നാട്ടിൽ നിന്നും വരുന്നു. യാത്രക്കിടയിൽ എൻ്റെ കയ്യിലെ പണമെല്ലാം തീർന്നു. കുറച്ച് ദിനാർ കടം തന്ന് എന്നെ സഹായിക്കാമോ? പരിചയമില്ലാത്ത ഒരാൾക്ക് ഞാനെങ്ങനെ കടം തരും? താങ്കൾ പറയുന്ന സമയത്ത് ഞാൻ പണം തിരിച്ചു തരാമെന്ന് ഉറപ്പു തരുന്നു. ശരി, ഞാൻ പണം തരാം. പക്ഷേ താങ്കളെ പരിചയമുള്ള ഒരാൾ ജാമ്യം നിൽക്കണം. അതിന് എന്നെ പരിചയമുള്ള ഒരാളും ഈ നാട്ടിലില്ലല്ലോ. ഇനി എന്ത് ചെയ്യും? എന്റെ ജാമ്യക്കാരനായി അള്ളാഹു ഉണ്ട്. ഇൻഷാ അള്ളാഹ് താങ്കളുടെ പണം കൃത്യസമയത്ത് തിരിച്ചു തരുമെന്ന് അള്ളാഹുവെ സാക്ഷി നിർത്തി ഞാൻ സത്യം ചെയ്യുന്നു. ശരി, താങ്കൾക്ക് എത്ര ദിനാർ കടം വേണം? 600 ദിനാർ. ഞാനിതാ വരുന്നു. ഇതാ 600 ദിനാർ. 1 മാസം കഴിഞ്ഞ് തിരിച്ചു തരണം. അൽഹംദുലില്ലാ, വലിയ ഉപകാരമായി. $600 ദിനാർ കടം വാങ്ങിച്ചു പോയ അബൂ അഹമ്മദിനെ കാണുന്നില്ലല്ലോ. എന്തു പറ്റി? ഏതായാലും ഒന്ന് അന്വേഷിക്കാം. സുഹൃത്തെ, ഒന്ന് നിൽക്കൂ. അബൂ അഹമ്മദ് എന്ന് പേരുള്ള ഒരാൾ ഈ പ്രദേശത്തെങ്ങാനും വന്നതായി അറിവുണ്ടോ? അറിയില്ലല്ലോ. യാത്രക്കാരുമായൊരു കപ്പൽ ഇന്നലെ വന്നുപോയതായി കേട്ടു. അതുകൊണ്ട് കടൽ തീരത്തൊന്ന് അന്വേഷിച്ചു നോക്കൂ. അവിടെയും കൂടെ ഒന്ന് അന്വേഷിക്കാം. കഷ്ടം, ഇവിടെ ആർക്കും അയാളെ പരിചയമില്ല. ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവുക തന്നെ. എന്തോ ഒഴുകി വരുന്നുണ്ടല്ലോ. ആഹാ, നല്ല മരക്കഷ്ണം. ഏതായാലും വീട്ടിലേക്ക് കൊണ്ടുപോകാം. ബീവി, ദാ ഒരു മരക്കഷ്ണം. വല്ലതിനും ഉപകരിച്ചേക്കും. ഇതിലെന്തോ എഴുതിയിരിക്കുന്നല്ലോ. പ്രിയ സുഹൃത്തെ, പറഞ്ഞ സമയത്ത് താങ്കളുടെ അടുത്ത് വരാൻ കഴിയില്ല. താങ്കളിൽ നിന്ന് വാങ്ങിയ പണം ഞാൻ ജാമ്യക്കാരനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് അബൂ അഹമ്മദ്. മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എന്നെ ഓർമ്മിക്കുന്നുണ്ടോ? താങ്കളിൽ നിന്ന് 600 ദിനാർ കടം വാങ്ങിയ അബൂ അഹമ്മദിന്? തീർച്ചയായും. പണം തിരിച്ചു തരാമെന്നേറ്റ സമയത്ത് താങ്കൾക്ക് വരാൻ പറ്റിയില്ല അല്ലേ? ശരിയാണ്. അതുകൊണ്ട് ഞാനത് ജാമ്യക്കാരനെ ഏൽപ്പിച്ചിരുന്നു. താങ്കൾക്കത് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ശരിയാണ്. നിശ്ചിത അവധിക്ക് തന്നെ എനിക്കത് തിരിച്ചു കിട്ടി. അൽഹംദുലില്ലാ. ഭരമേൽപ്പിക്കുന്നവർക്ക് അള്ളാഹു മതി. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർക്ക് ഒട്ടും ദുഃഖിക്കേണ്ടി വരില്ലെന്ന് അതുകൊണ്ടാണ് മോനെ ഞാൻ പറഞ്ഞത്. ആ ആട്ടിടേന് ആട്ടിൻകുട്ടിയെ തിരിച്ചു കിട്ടും തീർച്ച.